ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം. Divine voice, divine voice, divine voice. Hallelujah, hallelujah, hallelujah. Hallelujah, ഓശാന സ്തോത്ര ഗീതിയാ എല്ലാരും വാഴ്ത്തുന്നൊരദ്വൈതനാദം. Divine voice, divine voice, divine voice. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ നാമത്തിൽ സ്തുതി. നിങ്ങളെല്ലാവരെയും ഡിവൈൻ വോയിസ് എന്ന സുവിശേഷ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവം സുവിശേഷം കേൾക്കാനായിട്ട് ഒരുങ്ങാം. പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം വഴി നമുക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനായിട്ട് പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, ത്യാഗത്തോടെ നമുക്ക് ഒരുങ്ങാം. നോമ്പ് മിക്കവാറും എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്ക് നോമ്പെന്നാണ്. ചെറിയ നോമ്പ്, വലിയ നോമ്പ് എന്നൊക്കെ പറയാറുണ്ട്. നോമ്പ് എന്ന വാക്ക് മലയാളത്തിലെ രണ്ട് വാക്കുകൾ ചേർന്നാണ് മലയാളത്തിലേക്ക് അത് രൂപപ്പെട്ടു വരിക. ഒന്ന് നോയ്. നോയ് എന്ന് പറഞ്ഞാൽ നോവ്, വേദന, ത്യാഗം, സഹനം എന്നൊക്കെയാണ് അർത്ഥം. അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം. സ്നേഹത്തെ പ്രതി ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന നോവിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ദിനങ്ങളെയാണ് നോമ്പ് ദിനങ്ങളെന്ന് വിളിക്കുക. ക്രിസ്തുമതം ഈ രീതിയിലാണെങ്കിൽ നോമ്പിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്. ആരും ആരെയും നിർബന്ധിച്ചിട്ടില്ല. നോമ്പ് നോക്കാത്തവരെ ശിക്ഷിക്കുകയോ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്ന രീതികൾ ക്രിസ്തുമതത്തിലില്ല. അല്ലെങ്കിൽ തന്നെ നോമ്പെന്ന പദവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല അത്. ഒരു വ്യക്തി സ്വയം അയാൾക്ക് ആരോടോ ഉള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പ് എന്ന വാക്ക് നാം ഉപയോഗിക്കുക. 50 നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത്, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം, കുരിശിലെ മരണം, ഉയർപ്പ്, ഈ കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ആ വലിയ സ്നേഹത്തെ പ്രതി വിശ്വാസികളായ ഒരാൾ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്ത്യാനി സ്വന്തം തീരുമാനമെടുത്ത് എനിക്ക് വേണ്ടി ഇത്രയേറെ വലിയ കാര്യങ്ങൾ ചെയ്ത, എൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്ത യേശുക്രിസ്തുവിനോട് എനിക്ക് എങ്ങനെ ഒരു പ്രതിസ്നേഹം കാണിക്കാനായി പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം ഏറ്റെടുക്കുന്ന ചെറിയ ത്യാഗങ്ങൾ, വലിയ ത്യാഗങ്ങൾ, ഇവയുടെ പേരാണ് നോമ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവസ്നേഹത്തെ പ്രതി സ്വയം ഒരാൾ, ആരുടെയും നിർബന്ധം വഴിയല്ല, ഇത് ആരെങ്കിലും നോമ്പ് ചെയ്തില്ലെങ്കിൽ, നോമ്പ് അനുഷ്ഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും, അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല. സ്വയം ഒരാൾ ഏറ്റെടുക്കുന്ന സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുന്നതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന കാര്യമാണ്. ഒരാൾ ആരോ തന്നോട് കാണിച്ച സ്നേഹത്തെ പ്രതി, അല്ലെങ്കിൽ എനിക്കൊരാളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് നോമ്പ്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട്. ക്രിസ്തുമതത്തിൻ്റെ വളരെ കാതലായ ഒരു ആത്മീയതയാണ്. ക്രിസ്തുമതത്തിൽ ഒരു വിശ്വാസി പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചില ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവത്തെ ഭയന്നല്ല, ദൈവഭയം എന്നു പേരായ ഒരു ദാനം
പരിശുദ്ധാത്മാവിൻ്റെതായി നാം പഠിക്കുന്നുണ്ട്. ആ ദാനത്തിൻ്റെ അർത്ഥം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതല്ല. ഞാൻ എപ്പോഴെങ്കിലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ആത്മീയമായി ഒരു വിശ്വാസിയുടെ ഉള്ളിലുണ്ടാകുന്ന ഭയത്തെയാണ് ദൈവഭയം എന്ന് വിളിക്കുക. ക്രിസ്തുമതത്തിലെ എല്ലാ അനുഷ്ഠാനങ്ങളും, ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ഉൾപ്പെടെ, നേർച്ച കാഴ്ചകൾ ഉൾപ്പെടെ എല്ലാം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ക്രിസ്തുമതം സ്നേഹത്തിൻ്റെ മതമാണ്. ദൈവം സ്നേഹമാണ്, യേശുക്രിസ്തു സ്നേഹമാണ്, പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. അപ്പോൾ സ്നേഹത്തെ പ്രതി ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ക്രിസ്തുമതത്തിൽ ആത്മീയതയുടെ അടിസ്ഥാനമായി നിൽക്കുക. ഞാൻ പേടിച്ചോ ഭയന്നോ ദൈവം എന്നെ ശിക്ഷിക്കും, അല്ലെങ്കിൽ തന്നെ ക്രിസ്തുമത പഠനമനുസരിച്ച് പാപിയെപ്പോലും ദൈവം ശിക്ഷിക്കുന്നില്ല. കാരണം പാപിയെ ശിക്ഷിക്കുന്ന അയാൾ ചെയ്യുന്ന പാപം തന്നെയാണ്. മദ്യപാനിയെ മദ്യപാനം തന്നെ ശിക്ഷിച്ചുകൊള്ളും, വ്യഭിചാരിയെ വ്യഭിചാരം തന്നെ ശിക്ഷിക്കും, ധൂർത്തടിക്കുന്നവനെ ധൂർത്ത് തന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് ദൈവം പിന്നെ പ്രത്യേകം ഒന്നും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. പാപത്തിൻ്റെ നേച്ചർ അതാണ്. അതിൻ്റെ സുഹൃത്തുക്കളെല്ലാം അത് തന്നെ നശിപ്പിക്കും. പിശാചിൻ്റെ നേച്ചർ പോലെയാണ്. കാരണം പാവം വരുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയായിട്ടാണ്. പിശാചിൻ്റെ ഏക സന്തോഷം അതിൻ്റെ കൂട്ടുകാരെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയുന്നുണ്ട്, പിശാച് കൊല്ലാനും നശിപ്പിക്കാനുമാണ് വരുന്നത്. ഒരു പക്ഷേ ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം വരുന്നത്. യൂദാസിന് സമ്പത്ത് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പിശാച് വരുന്നത്. പക്ഷെ അവസാനം അത് കൊല്ലലും നശിപ്പിക്കലുമായി മാറുകയാണ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം ചെയ്യുന്ന ചില ത്യാഗപ്രവൃത്തികളെ നോമ്പെന്ന് നമുക്ക് നിർവചിക്കാനായിട്ട് പറ്റും. അത് ശിക്ഷയെ പേടിച്ച് അല്ല, യേശുക്രിസ്തു എന്നോട് കാണിച്ച സ്നേഹത്തെ പ്രതി ഞാൻ പ്രതിസ്നേഹം കാണിക്കുന്നതാണ് നോമ്പ്. സ്നേഹത്തിന് കാരണം യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു എന്ന് ഉള്ളതാണ്. ക്രിസ്തുവിനെ പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത് രക്ഷകനായിട്ടാണ്. ഇതാ സർവ്വജനത്തിന് സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിലാണ് യേശുക്രിസ്തു എന്നെ രക്ഷിച്ചത്? യേശുക്രിസ്തു എന്നെ രക്ഷിച്ചത് പാപത്തിൽ നിന്നാണ്. പാപത്തിന് കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ വളരെ വ്യക്തതയിൽ പറയും. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ കാണാനായിട്ട് പറ്റും. പാപത്തിൻ്റെ ഒരടിസ്ഥാന കാരണം പിശാചുണ്ടാക്കുന്ന പ്രലോഭനമാണ്. പിശാചാണോ പാപത്തിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുകയില്ല. പിശാച് പ്രലോഭനം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. പാപം ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചതാണ്. എനിക്ക് വേണ പ്രലോഭനാവസരത്തിൽ പാപം ചെയ്യാതിരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ എത്രയോ പേരുണ്ട്. പൂർവ്വ യോസേപ്പ്, അങ്ങനെ ബൈബിളിൽ പലരെയും കുറിച്ച് പറയുന്നുണ്ട്. പാപത്തിൻ്റെ വളരെ വ്യക്തതയുള്ള ആവർത്തിച്ചുള്ള പ്രലോഭനത്തിലൂടെ പോയിട്ടും പാപം ചെയ്യാത്ത ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ പറയുക, പാപം ചെയ്യാൻ എല്ലാവിധ അവസരവും ഉണ്ടായിട്ടും ചെയ്യാത്തവൾ ഭാഗ്യവാൻ എന്ന് പറയും. പിശാചിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചത് പാപത്തിൽ നിന്നാണ് നമ്മെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. യേശുക്രിസ്തു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി ആണ്. അപ്പം യേശുക്രിസ്തു നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. പിശാച് നമുക്ക് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മെ പഠിപ്പിച്ചു. യേശുക്രിസ്തു പറഞ്ഞു അതെല്ലാം നിങ്ങൾക്ക് നേരിടാനായിട്ട് പറ്റും. യേശുക്രിസ്തുവിൻ്റെ 3 പരീക്ഷകളെ, പിശാച് കൊണ്ടുവന്ന 3 പരീക്ഷകളെ യേശുക്രിസ്തു നേരിട്ട് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കും അങ്ങനെ നേരിടാനായിട്ട് പറ്റും. വചനം വഴി നിങ്ങൾക്ക് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് സന്തോഷകരമായ ആത്മീയ സന്തോഷമുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റും. അപ്പോൾ യേശുക്രിസ്തു രക്ഷിച്ചു എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള കാരണം. ഈ സ്നേഹമാണ് ക്രമേണ നമ്മെ നോമ്പിലേക്ക് നയിക്കുക. അൻപ് മൂലം നാം ചെയ്യുന്ന ചില ത്യാഗങ്ങളിലേക്ക് നമ്മെ നയിക്കുക. യേശു എന്നെ രക്ഷിച്ചത് പാപത്തിൽ നിന്നാണ്. പാപം ഇനി ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ് ഏറ്റവും വലിയ നോമ്പിൻ്റെ അടിസ്ഥാന ത്യാഗമെന്ന് വേണേൽ വിളിക്കാനായിട്ട് പറ്റും. നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി പ്രതിജ്ഞയെടുക്കുകയാണ്, യേശു എന്നെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ തന്നെ ജീവൻ നൽകി. കുരിശിൽ യേശു ക്രിസ്തു തൻ്റെ ജീവൻ ബലിയായി നൽകി. അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു എന്നെ രക്ഷിച്ചത് അടിസ്ഥാനപരമായി പാപത്തിൽ നിന്നാണ്. പാവം വഴി സംഭവിക്കാവുന്ന ദാരിദ്ര്യം, മറ്റെല്ലാ പ്രശ്നങ്ങളും, രോഗം, ഇതിനകത്തു നിന്നെല്ലാം യേശുക്രിസ്തു എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് പാപത്തിൽ നിന്നാണ് എന്നെ യേശുക്രിസ്തു രക്ഷിച്ചതെങ്കിൽ ഞാൻ മനസ്സ് വയ്ക്കാതെ ഒരിക്കലും എനിക്ക്
പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുകയില്ല. യേശുക്രിസ്തു എങ്ങനെ പാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ട് ജീവിക്കാമെന്ന് എന്നെ പഠിപ്പിച്ചു. തൻ്റെ തന്നെ പ്രലോഭനങ്ങൾ യേശുക്രിസ്തു നേരിട്ട രീതി കൊണ്ടും യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിലൂടെയല്ല യേശു പഠിപ്പിച്ചത് പിശാചിൻ്റെ പ്രലോഭനത്തെ എങ്ങനെ അതിജീവിച്ച് വിജയപൂർവ്വം ജീവിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയാണ് നോമ്പിൽ നാം എടുക്കേണ്ട ഏറ്റവും വലിയ ത്യാഗമായി കണക്കാക്കാൻ പറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് മനഃപൂർവ്വം പാവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ്. പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന ബുദ്ധിമുട്ടുകളെയാണ് ശരിക്കും നോമ്പ് എന്ന് വിളിക്കുക. അല്ല, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളെയാണ് നോമ്പെന്ന് വിളിക്കാനായിട്ട് പറ്റുക. എന്നാൽ പല ആളുകളും പാപത്തിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ പാപത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ചില ഉപവാസങ്ങളും ത്യാഗങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കാറുണ്ട്. അത് ശരിയായൊരു നോമ്പല്ല. ശരിയായ നോമ്പ് യേശുക്രിസ്തു എന്നെ രക്ഷിക്കാനാണ് വന്നത്, പാപത്തിൽ നിന്നാണ് രക്ഷിച്ചത്. പാവമില്ലാത്തൊരു ജീവിതം നയിക്കാൻ വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളെയാണ് നോമ്പെന്ന് വിളിക്കാനായിട്ട് പറ്റി. ചിലപ്പോഴെങ്കിലും ചില കത്തോലിക്കരെ, ക്രിസ്ത്യാനികളെ കളിയാക്കി പറയാറുണ്ട്, പാപത്തിൻ്റെ എണ്ണം കൂട്ടുന്നതനുസരിച്ച് അയാളുടെ തീർത്ഥയാത്രകളുടെ എണ്ണം കൂട്ടുന്നു, പാപത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഒരുപക്ഷെ ജപമാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, വ്യാസാഗരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അയാൾക്ക് പാപം ഒഴിവാക്കാനായിട്ട് അയാൾക്ക് യാതൊരു ഇഷ്ടവുമില്ല. ചില പ്രമേഹ രോഗികൾ എല്ലാവിധ പ്രമേഹം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങളെല്ലാം കഴിക്കുകയും മരുന്നിൻ്റെ ഡോസ് കൂട്ടുകയും ചെയ്യുന്നത് പോലെയാണ്. ആ രീതിയിലാണ് പല ആളുകളും ചിലപ്പോഴേ ആത്മീയതയെ തന്നെ കാണുക. അവർ പാവം കൂട്ടുന്നതനുസരിച്ച് ഒരുപക്ഷെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കൂട്ടുന്നതിൻ്റെ തോതനുസരിച്ച് ദശാംശത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആത്മീയത ക്രിസ്തുമതത്തിൽ ഇല്ല. അങ്ങനെ ഉള്ള രീതിയിൽ നമുക്ക് ക്രിസ്തുമതത്തെ കാണാനായിട്ട് പറ്റുകയില്ല. വേറെ ചിലപ്പോൾ ചില മതങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള നിങ്ങൾ പറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ പറ്റിച്ചെടുക്കുന്നതിൻ്റെ ഇത്ര ഭാഗം നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടായിരിക്കാം. പക്ഷേ ക്രിസ്തുമതം അനുസരിച്ച് അങ്ങനെ ഒരു കാര്യമില്ല. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല. ആർക്കും അവരുടെ ഉപവാസം കൊണ്ട് ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം കിട്ടാനായിട്ട് പോകുന്നില്ല. ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, ഭവനം, മറ്റ് അനുഗ്രഹങ്ങൾ, ഇതൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല വിശുദ്ധി കൂടാതെ. അപ്പോൾ നോമ്പിൻ്റെ അടിസ്ഥാന തത്വം വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രമമാണ്. പാപം ഉപേക്ഷിച്ച് ജീവിക്കാനുള്ള ശ്രമത്തിലെല്ലാം ഭയങ്കരമായ ഒരു സമരം നാം നമ്മോട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 16:16 നാം വായിക്കുക, ബലം പ്രയോഗിക്കുന്ന ഒരു ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള ദൈവരാജ്യ അനുഭവത്തെക്കുറിച്ച് കൂടിയാണ് അവിടെ പറയുക. ബലം പ്രയോഗിക്കുന്നവർക്ക് മാത്രമാണ് അത് പറ്റുക. ദൈവം നമുക്ക് കൃപകൾ തരുന്നുണ്ട്. സ്വർഗരാജ്യം നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ ബലം പ്രയോഗിച്ചാലേ പറ്റുകയുള്ളൂ. ഈ ബലപ്രയോഗത്തെയാണ്, ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി ഒരു ആൾ ചെയ്യുന്ന ബലപ്രയോഗത്തെയാണ് നോമ്പെന്ന് വിളിക്കാനായിട്ട് പറ്റുക. പാപം ഉപേക്ഷിക്കാനായിട്ട് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഗലാത്യർ 5 നാം വായിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ആത്മസംയമനം, കരുണ, ദയ, നന്മ, വിശ്വസ്തത. ഇതിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ബലം പ്രയോഗിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതേസമയം നാം ലോകത്തിൻ്റെ പ്രവൃത്തികൾ, പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഒരു ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. വെറുതെ ഒരു സ്ഥലം, ഒരു കൃഷിഭൂമി ഇട്ട് കഴിഞ്ഞാൽ കള വളരുന്നത് പോലെ അതെല്ലാം നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ വളർന്നുകൊള്ളും. ഒരു നല്ല തോട്ടം ഉണ്ടാക്കണമെങ്കിൽ, ഒരു പുൽത്തകടി ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ദിവസവും എന്ന പോലെ നിഷ്ഠയുള്ള ചില അധ്വാനമില്ലെങ്കിൽ ഒരു മനോഹരമായ പുൽത്തകടി പോലും ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല. ഒരു കാടുണ്ടാക്കണമെങ്കിൽ, കളകൾ വളരുന്ന ഒരു സ്ഥലം ഉണ്ടാക്കണമെങ്കിൽ പ്രത്യേക അധ്വാനത്തിൻ്റെ ആവശ്യമില്ല. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയും നിങ്ങൾ ബലം പ്രയോഗിക്കാണ്ട് ദൈവരാജ്യത്തിൻ്റെ സ്നേഹം, സന്തോഷം, ആത്മസമയം ഇവയിലേക്കൊന്നും പ്രവേശിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ പാപം ഉപേക്ഷിക്കാനുള്ള ശ്രമം, അതിനുവേണ്ടി ഒരാൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, ഇവയൊക്കെയാണ് ക്രിസ്ത്യാനികൾ നോമ്പായിട്ട് അതിൻ്റെ അടിസ്ഥാന അർത്ഥത്തിൽ മനസ്സിലാക്കുക. തീർച്ചയായും 2ാം ഘട്ടം വരുമ്പോഴത്തേക്കും നാം പാപം ഉപേക്ഷിച്ച് ചില ത്യാഗപ്രവൃത്തികളിലൂടെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ
സ്വഭാവവുമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ദൗത്യവുമായിട്ടൊക്കെ നാം ബന്ധപ്പെടുന്നതിനെ അതിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നോമ്പെന്ന് പറഞ്ഞാൽ വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാനായിട്ട് പറ്റുകയില്ല. നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ശ്രമത്തെയാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നോമ്പായി മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഉദാഹരണത്തിന് ഒരാൾക്ക് വർഷങ്ങളായി എങ്ങനെയോ അയാൾ അറിഞ്ഞോ അറിയാതെ കുഞ്ഞുനാൾ മുതൽ പുകവലിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് കരുതുക. അത് പതുക്കെ പതുക്കെ അയാളുടെ ഒരു നേച്ചറായിട്ട് മാറി. അതില്ലെങ്കിൽ അയാൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, ആഹാരം ദഹിക്കുന്നില്ല, ഒരുപക്ഷെ പ്രഭാത കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അയാൾ അങ്ങനെ വളരെ അസ്വസ്ഥതയിൽ ആയിരിക്കുകയാണ്. പുകവലിച്ച് ശീലമായ ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാനായിട്ട് പറ്റുക. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ തനിക്ക് നിർത്താൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അയാൾക്ക് അയാളുടെ ഒരു നേച്ചറും സ്വഭാവവും ഒക്കെ ആയിട്ട് മാറി. ഇനി അയാൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബലം പ്രയോഗിക്കാതെ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ബലപ്രയോഗം ഒരു 10-50 ദിവസം കൊണ്ടൊക്കെ അയാൾക്ക് പുതിയൊരു മനുഷ്യനായി, പുതിയൊരു നേച്ചർ, ഈ സ്വഭാവമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. എത്രയോ പേരാണ് കത്തോലിക്ക സഭ പറയുന്ന ഈ നോമ്പ് ആചരിച്ച് അവരുടെ മദ്യപാനാസക്തിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവർ പോലും കരുതി കാണുകയില്ല എനിക്ക് ഒരു പക്ഷേ ഈ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന്. ചില ആളുകൾ ഈ നാളുകളിൽ നോമ്പിൻ്റെ അവസരങ്ങളിൽ ഞാൻ ഈ 50 ദിവസം കുടിക്കുകയില്ല തീരുമാനമെടുക്കുന്നു, ഞാൻ മലയാറ്റൂർ പോകും, അല്ലെ വേറെ ചില സ്ഥലങ്ങളിൽ പോയി മല കയറും, അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്നു. അവർ ഈ 50 ദിവസത്തേക്ക് ചില ചിട്ടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ക്രമേണ ഈ 50 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇന്ന വർഷത്തെ 2006 നോമ്പോട് കൂടി എൻ്റെ മദ്യപാനം നിർത്തി എന്നൊക്കെ സാക്ഷ്യം പറയുന്ന ആളുകളുണ്ട്. വചനോത്സവത്തിലും ഗുഡ്നസ് TV-യിലും മറ്റുമൊക്കെ നാം അങ്ങനെയുള്ള ആളുകളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് സാധ്യമായൊരു കാര്യമാണ്. നമ്മുടെ ചില തിന്മകൾ, നമ്മുടെ പാപകരമായ ചില ശീലങ്ങൾ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഏറ്റവും പ്രധാനമായിട്ട് നോമ്പ് കണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോൾ പുകവലിക്കുന്ന ഒരാൾ അത് അയാൾക്ക് നിർത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അയാൾ ബലം പ്രയോഗിച്ച് ഞാൻ വലിക്കുന്നില്ല. ഒരു പക്ഷേ അയാൾക്ക് വലിക്കാനുള്ള ഭയങ്കരമായ ആഗ്രഹം വരുമ്പോൾ അയാൾ ചിലപ്പോൾ ഒരു മിഠായി വാങ്ങിച്ച് കഴിക്കുന്നു, അല്ലെങ്കിൽ അല്പം വെള്ളം കുടിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഞാനിപ്പോൾ വയനാട് ഡീപോൾ വെൽഫെയർ ധ്യാന കേന്ദ്രത്തിലെ ഡയറക്ടറാണ്. അവിടെ താമസിച്ചുള്ള ധ്യാനങ്ങളുണ്ട്. കഴിഞ്ഞൊരു ദിവസം ധ്യാനത്തിൻ്റെ ഒരവസരത്തിൽ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛോ ഞാനൊന്ന് ഈ തൊട്ട് ഗേറ്റിൻ്റെ അടുത്തുള്ള കടയിലേക്കൊന്ന് പൊക്കോട്ടെ. ഞാൻ ചോദിച്ചു എന്തിനാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 2-3 മിഠായി വാങ്ങിക്കാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ വലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 2 ദിവസമായി ഞാൻ വലിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു മിഠായി എങ്കിലൊക്കെ വാങ്ങിച്ച് തിന്നണം. തിന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്, ഇച്ചിരി ഗ്യാസോ ഒക്കെയുള്ള അങ്ങനെ ആ ടൈപ്പ് ഒരു മിഠായി ഉണ്ടാകുമായിരിക്കും, അത് വാങ്ങിച്ച് തിന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ത്യാഗപൂർവ്വം, അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, പ്രയാസം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ വന്നിട്ട് ബൈബിൾ പറയുന്ന പോലെ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് മെച്ചമുണ്ട്. അപ്പോൾ പുകവലി നിർത്തിയതിന് പകരമായിട്ട് അയാൾ വേറെ ചില ബുദ്ധിമുട്ടോ പ്രയാസമോ പാവമോ എന്ന് പറയാൻ പറ്റാത്ത വേറെ ചില കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അയാളുടെ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ചിലപ്പോൾ അറിയാണ്ട് അവിടെ സിഗരറ്റൊക്കെ ഉണ്ടാകുമല്ലോ ആ കടയിൽ? അത് ഇല്ല ചോ, അധികം വലിക്കില്ല, അധികം തീരുമാനം എടുത്ത കാര്യമാണ്. അയാൾക്ക് ഏതായാലും പോയി വരാനും പിന്നീട് ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ട് അയാൾ വലിച്ചില്ല, മിഠായി മാത്രമേ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞതും ഞാനിനി സ്ഥിരമായി നിൽക്കുമെന്ന് പറഞ്ഞു. ഇത്ര നാൾ നിൽക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല, എങ്കിലും അയാൾ അങ്ങനെ ഒരു തീരുമാനമെടുത്താണ് ആ ധ്യാനം കഴിഞ്ഞ് പോയത്. ഇതിനെയാണ് ശരിക്കും നോമ്പെന്ന് വിളിക്കുക. ഇത് പുകവലിയുടെ കാര്യത്തിലാകാം, മദ്യപാനത്തിൻ്റെ കാര്യത്തിലാകാം, കഞ്ചാവ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ വേറെ ചില ലൈംഗികമായ പാപത്തിൻ്റെ കാര്യത്തിലാകാം, പൊർണോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നതിലാകാം, അല്ലെങ്കിൽ പണത്തിൻ്റെ ദൂർത്തിലാകാം. ചില ആളുകൾ ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ പോയി ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഉള്ള പണം തീരുന്നത് വരെ അവർ ഷോപ്പിംഗ് നടത്തിയാണ് വരിക. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവർ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്നു. പിന്നീട് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ ഭാര്യ വീട്ടിൽ വരുമ്പോൾ പറയുമ്പോൾ എന്തിനാണ് ഇതെല്ലാം വാങ്ങിച്ചത്, ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയുന്നു എന്തിനാണ് നീ ഇതൊക്കെ വാങ്ങിച്ചത്, ഇതെല്ലാം ഇവിടെ ഉണ്ടല്ലോ. അവർ തന്നെ ഒരുപക്ഷെ അറിയാൻ പാടില്ല അതൊരു ഷോപ്പിംഗ് ഒരു മാനസിക രോഗം പോലെയായി മാറാറുണ്ട് എന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് പല പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുപോലെ എന്ത് ശീലവുമാകട്ടെ, ഒരുപക്ഷെ മറ്റാരെയും ഉപദ്രവിക്കുന്നതല്ലായിരിക്കും, നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കി പണമാകാം, അതൊരു പാപം തന്നെയാണ്. ധൂർത്തൊരു പാപമാണ്. ധൂർത്ത് നാം ഈ നോമ്പ് കാലത്ത് തിരുത്തേണ്ട ഒരു പാപമാണ്. ഇപ്പം ഇങ്ങനെ ഷോപ്പിംഗ് ഒരു പക്ഷേ ഒരു പാപം പോലെ, ഒരു അനിയന്ത്രിതമായ, എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത, എൻ്റെ ആത്മസംയമനം വിട്ട് ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾ
അത് നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെയുള്ള നമ്മുടെ ശീലങ്ങൾ, ധൂർത്ത് തുടങ്ങിയ കാര്യങ്ങൾ തിരുത്താനുള്ള ശ്രമത്തെയാണ് അടിസ്ഥാനപരമായി നമുക്ക് നോമ്പായി മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് വേറൊരാളെ ഏതെങ്കിലും രീതിയിൽ നന്മയിലേക്ക്, അയാളുടെ ധൂർത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ, അയാളെ ഒരു ധ്യാനത്തിന് പറഞ്ഞു വിടാനായിട്ട് നാം ശ്രമിക്കുന്ന കാര്യങ്ങൾ, അല്ലെ മദ്യപാനിയായ ഒരാളോട് അല്പനേരം സംസാരിച്ച് താങ്കൾക്കിനത് രക്ഷപ്പെടാനായിട്ട് പറ്റും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരുപക്ഷെ പറയാൻ പോണ ആൾ തന്നെ എപ്പോഴെങ്കിലും യേശുക്രിസ്തുവിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ആളാണെങ്കിൽ, ഞാനൊരു മദ്യപാനിയായിരുന്നു, ഞാനൊരു ധ്യാനം കൂടി, ഒരു തീരുമാനമെടുത്തു, അല്ലെ ഇന്ന വർഷത്തെ നോമ്പ് കഴിഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല, അതോടുകൂടി എനിക്ക് വീടുണ്ടാക്കാനായിട്ട് പറ്റി, എൻ്റെ കുട്ടികൾക്ക് നല്ല വസ്ത്രമായി, വീട്ടിലിപ്പോൾ നല്ല ആഹാരമുണ്ട്. ഇങ്ങനെ നാം സുവിശേഷം അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെയും അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളെയും നോമ്പായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനോ വേറൊരാളെ നന്മയിലേക്ക് നയിക്കാനോ നാം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശരിക്കും നമുക്ക് നോമ്പെന്ന് പറയാനായിട്ട് പറ്റുക. കാരണം യേശുക്രിസ്തു ചെയ്ത ത്യാഗത്തിൻ്റെ പ്രത്യേകത ഇത് തന്നെയായിരുന്നു. യേശുക്രിസ്തു തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയല്ല, നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ത്യാഗത്തിലേക്കെല്ലാം കടന്നുപോയത്. ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പാവജീവിതം തിരുത്താനും മറ്റുള്ളവരെ പാവജീവിതത്തിന് രക്ഷപ്പെടുത്താനുമായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെയാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോയ അർത്ഥത്തിൽ നോമ്പായി മനസ്സിലാക്കാനായിട്ട് പറ്റും. ദൈവസ്നേഹം അനുഭവിച്ചവർ പ്രതിസ്നേഹം കൊടുക്കാനായിട്ട്, ദൈവത്തെ പകരം അങ്ങോട്ട് സ്നേഹിക്കാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കും. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ശരിയായൊരു സ്നേഹാനുഭവത്തിൻ്റെ പ്രത്യേകതയാണ്, ഞാൻ എങ്ങനെയാ സ്നേഹം അനുഭവിച്ചുവോ അത് തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ലാത്ത മനസ്സിൽ ഞാൻ അനുഭവിച്ചതാണെങ്കിൽ അതിന് പ്രതിസ്നേഹം കാണിക്കാനായിട്ട്, അങ്ങോട്ട് സ്നേഹം കാണിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടാകും. യേശുക്രിസ്തു എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ പ്രതിസമ്മാനം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശു എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാണ്. കുരിശിലെ മരണം വഴി യേശു എന്നോട് കാണിച്ച സ്നേഹം എൻ്റെ പാവപ്രവൃത്തികളിൽ നിന്നെല്ലാം എന്നെ വിടുവിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ചെയ്യേണ്ട പരിഹാരമെല്ലാം യേശുക്രിസ്തു പകരക്കാരനായിട്ട് ചെയ്യുകയായിരുന്നു. ഒരിക്കലും ഒരു സഹോദരി എന്നോട് ചോദിച്ചു, ധ്യാനാവസരത്തിൽ കേൾക്കുന്നുണ്ടല്ലോ അബോർഷൻ, ഭ്രൂണഹത്യ നടത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു അപ്പോൾ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ദൈവം ക്ഷമിക്കുന്നത്? ഒരു വ്യക്തിയെ, അതൊരു നിരപരാധിയായ അമ്മയെ എന്നെ കൊല്ലരുതെന്ന് പോലും പറയാനായിട്ട് പറ്റാത്ത എൻ്റെ കുഞ്ഞിനെയല്ലേ ഞാൻ കൊന്നത്. അക്കാലത്ത് എനിക്ക് ഇപ്പോഴുള്ളതുപോലെ പൂർണ്ണമായൊരു അറിവില്ലെങ്കിൽ എനിക്ക് അക്കാലത്ത് അറിവുണ്ടായിരുന്നു, ഞാൻ കൊല്ലുന്നത് എൻ്റെ തന്നെ കുഞ്ഞിനെയാണ്. ഞാൻ അനുവദിക്കുന്നെങ്കിൽ ആ കുഞ്ഞ്, ആ ഭ്രൂണം വളർന്ന് ഒരു ശിശുവായി തീരും, എന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ പോലെ ഒരു പുരുഷനുമായി തീരുമെന്നൊക്കെ എനിക്കറിയാമായിരുന്നു. അങ്ങനെ ചെയ്ത ഒരു തെറ്റിന് എങ്ങനെയാണ് ഈ ഒരു കുമ്പസാരം കൊണ്ട് എങ്ങനെയാണ് പരിഹാരമായി തരിക? ഞാൻ പറഞ്ഞു, സഹോദരി പറഞ്ഞതിൽ തന്നെ അതിന് ഉത്തരവുണ്ട്. കാരണം കുമ്പസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, യേശുക്രിസ്തു എനിക്ക് പകരക്കാരനായി ഇതെല്ലാം ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിന് പകരക്കാരനായിട്ട് കുമ്പസാരക്കൂട്ടിയിരിക്കുന്ന വൈദികൻ ആണ് പറയുന്നത്, നിന്റെ പാപങ്ങളെല്ലാം യേശു എനിക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പകരക്കാരനായി. സഹോദരി കൊലപാതകത്തിന് ശിക്ഷയായി തീർച്ചയായും ചില ഗവൺമെൻറ്റുകളോ സിസ്റ്റം അതിന് ഒരു പക്ഷേ നീണ്ട തടവ് അല്ലെങ്കിൽ മരണത്തിന് ശിക്ഷ, അതാര് മരണത്തിന് കാരണമായ അയാൾ അതുപോലെ തന്നെയുള്ള ശിക്ഷയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. യേശുക്രിസ്തു തൻ്റെ ജീവൻ തന്നെ സഹോദരിക്ക് പകരക്കാരനായിട്ട് കുരിശിൽ സമർപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ക്ഷമ കിട്ടുന്നത്, കുമ്പസാരത്തിലൂടെ നമുക്ക് ക്ഷമ കിട്ടുന്നത്. കാരണം വൈദികൻ യേശുക്രിസ്തുവിൻ്റെ പകരക്കാരനാണ് കുമ്പസാരക്കൂട്ടിൽ. നമുക്ക് നോമ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ അടിസ്ഥാന ചിന്തയിലേക്ക് വരാനായിട്ട് ശ്രമിക്കാം. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് എന്നോട് ഏറ്റവും വലിയ സ്നേഹം കാണിച്ചത്. അത് കുരിശിലെ മരണം വഴിയാണ്. നമുക്ക് ഈ നോമ്പിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കാം. അതെല്ലാം ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ സമാധാനവും സന്തോഷവും ഉള്ളൊരു ജീവിതം
നൽകാനായിട്ട് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവമേ, യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകിയ സ്നേഹത്തിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ പ്രതിസ്നേഹം കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ, എൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള തീരുമാനങ്ങളെ അങ്ങ് തന്നെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീളെ നീളെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം. ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം